കണ്ടിട്ടില്ലാത്ത മഹാദുരന്തമാണ് ചൊവ്വാഴ്ച പുലർന്നപ്പോൾ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടൽ. എല്ലാം നഷ്ടമായ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ അതീവ പ്രതികൂല കാലാവസ്ഥയിൽ 22 മണിക്കൂർ നേരം കൊണ്ട് സൈന്യം ചൂരൽമലയിൽ 190 അടി നീളത്തിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. അപ്പോഴാണ് മഴയിൽ നനഞ്ഞ് ചെളിയിൽ പുതഞ്ഞ് ചൂരൽമലയിൽ നിന്ന സൈനികരും മറ്റ് രക്ഷാപ്രവർത്തകരും അടങ്ങുന്ന പുരുഷാരത്തിന് നടുവിൽ തലയുയർത്തി നിന്നൊരു വനിതയെ കണ്ടത്. ഈ പാലം നിർമ്മാണത്തിന്റെ ചുക്കാൻ പിടിച്ച സൈന്യത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു അത്. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ലെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് മേജർ സീത അശോക് ഷെൽക്കെ എന്ന മഹാരാഷ്ട്രക്കാരി. ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ ബെയിലി പാലം പൂർത്തിയാക്കിയ സംഘത്തിലെ എഞ്ചിനീയറാണ് അവർ. പാലം നിർമ്മിച്ചത് ബംഗളൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മദ്രാസ് സാപ്പിൾസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കൂട്ടൻ. ബുധൻ രാത്രി 9 പണി ആരംഭിച്ച വ്യാഴം വൈകിട്ട് 5:55 ബെയിലി പാലത്തിലൂടെ അതിന്റെ ബലം പരീക്ഷിച്ച് സൈനിക വാഹനവും ട്രക്കും കടന്നുപോയി. തുടർന്ന് ഭാരത് മാതാ കി ജയ് മുഴക്കി ആരവം മുഴങ്ങുമ്പോഴാണ് അവരെ ലോകം ശ്രദ്ധിച്ചത്. തുടർന്ന് ഇന്ത്യൻ ആർമിയെയും മേജർ സീത ഷെൽക്കെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. 2012 സേനയിലേക്കുള്ള പ്രവേശനത്തിലൂടെ മഹാരാഷ്ട്രയിലെ തന്റെ ചെറിയ ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് സീത അശോക് ഷെൽക്കെ. അഹമ്മദ്നഗർ ജില്ലയിലെ അന്ന് കേവലം 600 പേർ മാത്രമുള്ള ഗാഡിൽഗാവ് എന്ന ഗ്രാമത്തിലാണ് സീത ജനിച്ചത്. കർഷകനും അഭിഭാഷകനുമായിരുന്ന അശോക് ബിക്കാജി ഷെൽക്കെയുടെ 4 പെൺമക്കളിൽ രണ്ടാമത്തെയാൾ. അമ്മ വീട്ടമ്മയാണ്. ഗീതാഞ്ജലിയും അനുരാധയും യോഗിനിയുമാണ് സീതയുടെ സഹോദരിമാർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സീത അഹമ്മദ്നഗറിലെ ലോനിയെ സ്ഥിതി ചെയ്യുന്ന പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത്. അവസാന വർഷ പരീക്ഷയിൽ 67% മാർക്ക് നേടിയായിരുന്നു സീത ബിരുദ പഠനം പൂർത്തീകരിച്ചത്. സേനയിലെ പരിശീലനത്തിന്റെ ഭാഗമായി സീത ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 49 ആഴ്ച നീളുന്ന പരിശീലനത്തിന് ചേർന്ന ശേഷമാണ് സീതയ്ക്ക് സേനയിൽ ഔദ്യോഗിക സ്ഥാനം ലഭിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥയെക്കുറിച്ച് പത്രത്തിൽ വന്ന് ലേഖനം വായിച്ചതാണ് സൈന്യത്തിലേക്കുള്ള പ്രവേശനത്തിന് പ്രചോദനം. അതിനു മുൻപ് IPS നേടാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഉദ്യോഗസ്ഥയെക്കുറിച്ച് പത്രത്തിൽ വന്ന് ലേഖനം വായിച്ച ശേഷമാണ് സീത സൈന്യത്തിൽ ചേരാൻ തീരുമാനിച്ചത്. ജനിച്ചത് ചെറിയ ഗ്രാമത്തിലായിരുന്നുവെങ്കിലും തന്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് മാതാപിതാക്കൾ സീതയുടെ ഒപ്പം നിന്നു. കൂടാതെ SSBയുടെ അഭിമുഖത്തിൽ 2 തവണ പരാജയപ്പെട്ടുവെങ്കിലും സ്വപ്നത്തിലേക്കുള്ള ശ്രമം തുടർന്ന് സീത 3ാമത്തെ ശ്രമത്തിലാണ് വിജയിച്ചത്. മുൻ ലഫ്റ്റനന്റ് കേണലായ പ്രദീപ് ബ്രഹ്മങ്കർ, സേനയിലെ ഉദ്യോഗസ്ഥന്മാരായ PK ബാനർജി, ഹൃഷികേശ് ആപ്തെ എന്നിവരാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. ഏതായാലും ഈ പെൺകരുത്ത് ഇന്ന് കേരള ജനതയുടെ മാലാഖയാണ്.